പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയൊരു പദം തന്നെയുണ്ട്, റിവ്യൂ ബോംബിംഗ് എന്നുള്ളൊരു വേർഡ് തന്നെ വന്നു. അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എപ്പോഴെങ്കിലും? അതൊരു ഒന്നുമില്ല. വേറെ എന്തൊക്കെ കാര്യത്തിൽ അസ്വസ്ഥത പുലർത്താം? നമുക്ക് ജയിക്കാനാവില്ല. ഒരിക്കലും ഈ വിഷയം ഞാനിങ്ങനെ ലാലിൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ ലാലിൻ്റെ അടുത്ത് ചോദിച്ചേ, അണ്ണാ നമ്മൾ എൻ്റർടൈനേഴ്സാണ്, നമ്മളുടെ ജോലി എന്ന് പറയുന്നത് ആളുകളെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നത് കണ്ടിട്ട് അവർ അതിൻ്റെ താഴെ നമ്മളെ തെറി പറയുന്നതും അവർ എൻ്റർടൈൻഡ് ആവുകയല്ലേ? അതിന് പുണ്യം ചെയ്യണം, നിനക്കതുണ്ടടാ, നിനക്കാ പുണ്യമുണ്ട്. ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഞാൻ 46 വർഷമായിട്ട് അഭിനയിക്കും. ഇനിയിപ്പോൾ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇതേ പറയാവുള്ളൂ. അപ്പം അത്തരം കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാറില്ല, അത്തരം കാര്യങ്ങൾ ഞാൻ തോളിലേറ്റി നടക്കാറില്ല. നമ്മൾ എല്ലാ സിനിമയും വലിയ ഉഗ്രനായിട്ടൊന്നും മാറില്ലല്ലോ. ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഇഷ്ടമല്ലെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് അവർ പറഞ്ഞോട്ടെ, അതിൽ പ്രത്യേകിച്ച് സങ്കടമില്ല. വളരെയധികം ഇഷ്ടമായെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണും. എന്തിനാണ് അത് അസ്വസ്ഥത? ചുമ്മാ അത് തോളിലെടുത്ത് വെച്ചാൽ നടക്കുന്നത് എന്തിനാണ്? വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് തോളിലെടുത്ത് വെച്ച് നടക്കാൻ? അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ തോളിലേറ്റണ്ട, അതിനെ കളഞ്ഞേക്കും. ഇനി എന്തിന് ടെൻഷൻ?